ഇന്ന് നമ്മൾ ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 ഗ്ലാസ് പൊടിയും അതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഈ പൊടിയിലേക്ക് ഇട്ട് യോജിപ്പിക്കണം. നമ്മൾ കുറച്ച് ഉപ്പ് ഈ പൊടിയിലേക്ക് ആദ്യം അതിന് മുമ്പായിട്ട് ചേർക്കുക. അര ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് റെഡി ആയിട്ടുണ്ട്. നന്നായി തിളച്ച് കഴിയുമ്പോൾ കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിക്കുക. പൊടിയിലേക്ക് ഒരു സ്പൂൺ വെച്ച് ഇളക്കി. വെള്ളം ഒരുപാട് ഓവറാവാൻ പാടില്ല, പക്ഷെ പത്തിരി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ട് വേണം വെള്ളം. ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് ടൈറ്റായാലും ഇടിയപ്പം നമുക്ക് ശരിയായി കിട്ടൂല. തിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പത്തിരി ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും കുറച്ച് ലൂസായിട്ടായിരിക്കണം പൊടി. പിന്നെ നമ്മളിത് പത്തിരി ഉണ്ടാക്കുന്ന പൊടി കൊണ്ട് ചെയ്താലും കൃത്യമായിട്ട് കിട്ടൂല. ഇടിയപ്പം ഉണ്ടാക്കുന്ന പൊടി തന്നെ വാങ്ങിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ മാവ് ഈ ഒരു ലെവലിലായിരിക്കണം നമ്മൾ ചെയ്തെടുക്കുന്നത്, അല്പം ലൂസായ രീതിയിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ തട്ടിൽ അല്പം എണ്ണ വരട്ടുകയാണെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കില്ല. നമ്മൾ ഇത് ഫിനിഷ് ആയതിന് ശേഷം കോരിയെടുക്കുന്ന സമയത്ത്. വട്ടത്തിൽ ചുറ്റിച്ചെടുക്കണം, എന്നാലേ ഷേപ്പ് ആയിട്ട് കിട്ടുള്ളൂ. ഈ സമയത്ത് നമ്മൾ ഇടിയപ്പച്ചെമ്പ് ഗ്യാസ് ഓൺ ചെയ്ത് വെക്കുക. അപ്പോഴത്തേക്കും വെള്ളം ചൂടായി കിട്ടും. എന്നിട്ടൊരു 7 മിനിറ്റ് സമയം വേവിച്ചാൽ മതിയാവും. എന്നിട്ട് മൂടി തുറന്ന് എടുത്തതിന് ശേഷം ഒരു മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ കോരിയെടുക്കാവുന്നതാണ് തട്ടിൽ നിന്ന്. ഇത് റെഡി ആയിട്ടുണ്ട്.